അത്തം നാളുകാർക്ക് ഈ 2024 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നുള്ള ഒരു സമയമാണ് കാണുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊരു അവസരമൊക്കെ ഉണ്ടായെന്ന് വരും. പൊതുവെ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല സാഹചര്യങ്ങളും അനുഭവപ്പെട്ടേക്കാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം, തടസ്സങ്ങൾ വരാം. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. കച്ചവടക്കാരെ സംബന്ധിച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലെടുക്കണം. ദീർഘകാലമായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചേക്കാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയേണ്ടതാണ്. അതിനുവേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ട ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും. വേണ്ടത്ര സൂക്ഷ്മതയോടുകൂടി ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടേതായ പരിവർത്തനങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമെല്ലാം ചെയ്യുക. കൂടുതൽ വ്യക്തിപരവും സൂക്ഷ്മവുമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.